ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചുകളിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചുകളിക്കാരി. കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോലം വാങ്ങിച്ച ആളുടെ ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിന്ന് മാറുക തമ്പുരാൻ. ആ പിന്നെ കോലം വാങ്ങിച്ച മാഷിന്റെ മുതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. ചിലത് പറയാനുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഈ കുറുമ്പത്തി? എന്താ? ശംഭോ മഹാദേവാന്ന്. ആള് തമ്പുരാനാണെന്ന് മാത്രമല്ല, ചില്ലറ പുള്ളിയല്ല, അയിലാവത് അയച്ചോ. കൊഴപ്പായല്ലോ കുട്ടി. എന്താ? കോവിലകം വാങ്ങിച്ച തമ്പുരാൻ വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറിയിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ ആളിന്റെ സ്വരവും പുറത്തു വന്നു. വലിയ ദേഷ്യത്തിലാ. എന്താ ഒരു വഴി? വഴിയൊക്കെ എനിക്കറിയാം. ഞാനൊന്ന് കാണട്ടെ അയാളെ. എന്നിട്ടെന്താ? അങ്ങനെ ഇറങ്ങിപ്പോവാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോഴേ കുട്ടി നിക്ക. മംഗലം ഉണ്ണിമായായി പോണേ. എന്താ ഏതാ വിളിച്ചു പറയാന്നറിയില്ല. ഹരം പ്ലസ് ഹരം ഈസ് കിന്നരം. വെരി വെരി പ്രോബ്ലം തമ്പുരാൻ. എന്താ? അതെ മാഷേ. എന്താ ഏട്ടത്തി? കോലോ വാങ്ങിച്ച ആ ആളിനെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്സാ? വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ അത് ചെയ്താ മതി. ആര് വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണി മാങ്ങയോ? ഉണ്ണിമായ. അലറണ്ട. അല്ല അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ? അങ്ങനെ തന്നെ പറയണം. അതെ, ഉണ്ണിമായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ടേ. മംഗലം മുങ്ങിട്ടോ? മംഗലം മുങ്ങിന്ന്. ഞാനാണ് ഈ കോവിലകം വാങ്ങിച്ച ആ ആള്. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? കൃഷ്ണവർമ്മ തമ്പുരാൻ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല ബൈ, നിങ്ങൾ മോള് ഇവിടുന്ന് ഒഴിയില്ലാന്ന് തന്നെയാ? ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ടോ തമ്പുരാന്? ഇല്ല, അറിയാഞ്ഞിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ട്. നിവൃത്തികേട് എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോവിലകത്തിന്റെ ഉടമസ്ഥനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഞാൻ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ കോവിലകവും ചുറ്റുമുള്ള സ്ഥലവും അതിൽ നിൽക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ തമ്പുരാനെ ഇങ്ങോട്ട് നോക്കാം. എന്ന് വെച്ചാൽ ഫർണിച്ചറുകൾ, കിണ്ടി, കിണ്ണം, ചരുവം, ചെമ്പുകുടങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, തൂക്കുവിളക്കൽ, ഡീറ്റെയിൽ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിനും ചേർത്ത് അവർ ചോദിച്ച വിലയും കൊടുത്തു കഴിഞ്ഞു. പ്രശ്നം പോലീസ് സ്റ്റേഷനിലേക്കും അവിടുന്ന് കോടതിയിലേക്ക് നീളും. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതിനുള്ള സമയമില്ല. നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യൂ. പക്ഷേ അതല്ല, ഇവിടുന്ന് ഇറങ്ങിയ ശേഷം മതി. അങ്ങനെ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ചതിച്ചല്ലേ എല്ലാരും കൂടി. നിങ്ങൾ അതിന് കൂട്ടു നിന്നു. എന്ത് വിഡ്ഢിത്തമാണ് ഈ കുട്ടി പറയുന്നത്? ഞാൻ ചതിച്ചെന്ന്, ഞാൻ ചതിച്ചു. അങ്ങനെ പറയരുത് മോളെ. കുട്ടിയോട് അവര് ചെയ്ത വഞ്ചനയ്ക്ക് ഈ പാവം തമ്പുരാൻ എന്ത് പഴിച്ചു? അത് തിരക്കേടില്ല. കട്ടോനെ കിട്ടിയില്ലേ, കിട്ടിയോനെ പിടിക്കാ. ഇനിയിപ്പോ തമ്പുരാന് ദയ തോന്നിയാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ മോളെ. തമ്പുരാന് ദയ തോന്നാൻ ബുദ്ധിമുട്ടാണ് നമ്പീശൻ.
എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട. എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ്. ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. എന്നാലോ എന്താ ചെയ്യ? മോളു ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. അവിടുത്തെ ചേരികൾ, സ്ലംസ്, ലോക പ്രസ്ഥ. മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട്. ആ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെയും കാർന്നവരെ ഇവിടെ ഇറക്കി വിടുക എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലുള്ള ഈസി ആയുള്ള ഒരു ജോലിയാണ്. അയ്യോ തമ്പുരാൻ, ഗത്യന്തരമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. തമ്പുരാൻ ക്ഷമിക്ക, പാവമാ. അത്ര പാവമൊന്നുമല്ല. കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ 4 MA പഠിക്കണേ. 1-2 ദിവസത്തെ സാവകാശം തമ്പുരാൻ കൊടുക്കണം. ആ സമയം കൊണ്ടൊരു മാർഗം ഉണ്ടാക്കാം. തമ്പുരാൻ വരിക. വാ മോളെ. നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടക്കണ്ണി. ചുമ്മാ എന്താ കൂവലും വിളിയും? സഭ കൂടി കള്ളുകൂടിയാൻ തോന്നുന്നു. ചെവി പൊത്തിരുന്നോളൂ. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മിണ്ടാതൊരു ഭാഗത്തിരുന്നാ നല്ലത്. ഇയാള് തമ്പുരാനാന്ന് പറയണു. ഏത് കോലത്തെയാണാവോ? മട്ടും മാതിരിയും കണ്ടിട്ട് ചന്ത തമ്പുരാനാ. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാള് പോലും ഇന്നിവിടം വിട്ടു പോകരുത്. കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കുക, ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത്. ദാറ്റ് ഈസ് ജഗൻസ് ലോ ഓഫ് ഡ്രിങ്കിങ്. ഇതെന്താ എന്താ ശാരടി? കിരീടം, 6ാം തമ്പുരാന്റെ കിരീടം. 6ാം തമ്പുരാൻ? അതെ, 5ാം തമ്പുരാൻ ദത്തൻ തമ്പുരാന് ശേഷമുള്ള തലമുറയിൽ എല്ലാം മോഴകളായിരുന്നു. ആണും പെണ്ണും കെട്ട വഹ. ഇപ്പോഴാ ഈ കോലത്തൊരു തമ്പുരാൻ ഉണ്ടായത്. ഞങ്ങൾക്ക് ഇത് 6ാം തമ്പുരാനാ. This is a കിരീടധാരണം. I drink very much whiskey today. Today അല്ല, tonight. Okay മംഗളം. Yeah, ambitions. പക്ഷെ ഞങ്ങളെയൊക്കെ വിട്ട് സാറ് പൊയ്ക്കളയല്ലോ. അധികം നാൾ ഇവിടെ കാണുകയില്ലെന്നല്ലേ പറയുന്നത്. ഒരു നിയോഗമാ തമ്പുരാനെ ഇവിടെ എത്തിച്ചത്. അത്ര എളുപ്പമൊന്നും കൊണ്ടുവന്ന അനിയത്തിക്കാവിലമ്മ പറഞ്ഞയക്കില്ല പിള്ളേ. തമ്പുരാൻ, കൊളപ്പുള്ളിന്ന് ചിലര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. കൊളപ്പുള്ളിന്ന് ചിലര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. വിളിക്കൂ. ആരാണാവോ? അപ്പം തമ്പുരാനാ? ഏയ്, ആനയാവില്ല, ആന പിണ്ടങ്ങളാവും. ഇരിക്ക എഴുതച്ചാ, ഇരിക്ക. വന്നത് എന്റെ അതിഥികളാണ്. അവരെ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടത് ഞാനാണ്. എന്താ കൊളപ്പുള്ളിക്കാരി വൈകിയ നേരത്ത്? ആ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ആ, എന്തായി കോലം പൊളിക്കണ കാര്യം? എന്ന് തുടങ്ങാനാ പരിപാടി? അതൊന്ന് ചോദിച്ചറിയാൻ അപ്പം തമ്പുരാൻ പറഞ്ഞു. തമ്പുരാനോട് പറയൂ ഞാനൊരു ആശയക്കുഴപ്പത്തിലാണെന്ന്. എന്ന് വെച്ചാ പൊളിക്കണില്ലാന്നോ? ഏയ് എന്നല്ല, പൊളിക്കണം. അതിപ്പോ എങ്ങനെ വേണമെന്നാണ്. ബോംബ് വെച്ച് തകർത്താലോ എന്നൊരു ആലോചന വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലേബർ ചാർജ് ഭയങ്കരല്ലേ. ബോംബാണെങ്കിൽ ഈസിയാണ്, മലപ്പുറത്ത് സാധനം കിട്ടും. വേറെ ഒരു ഐഡിയ, പുരയ്ക്ക് തീ കൊടുത്താലോ എന്ന്. അപ്പൊ കത്തുന്ന പുരയെന്ന് കരിക്കോലൂരുക, പുര കത്തുമ്പോ വാഴ നടുക എന്നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം. അല്ല, വേറെ സജഷൻസ് അല്ലാണ്ട് പറയാം. എന്താ കളി പറയാ? ആളെ പൊട്ടറാക്കുക അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധമുണ്ടോ? അല്ല ഫ്രണ്ട്, ഈ കോലം പൊളിക്കാനിട്ട് നിങ്ങൾ അപ്പം തപ്പിരാൻ ഉറക്കം കിട്ടണല്ലേ? അല്ല, അത് വല്ലാത്തൊരു സൂക്കടാണല്ലോ. ഹലോ, കോലം തൽക്കാലം പൊളിക്കാൻ പോണില്ല. അത് താനല്ല തീരുമാനിക്ക. ചക്കാത്തിന് കുടിക്കാനും നക്കാനും കിട്ടണുണ്ട് ആയിക്കോ. പക്ഷെ ആളാകാൻ നിക്കണ്ട. ഇറപ്പാളി, ചക്കാത്തിന് നിന്നെ നിന്റെ ഭാര്യ വിട്ടു വന്നോട് ആരെങ്കിലും? കൊളപ്പുള്ളി അപ്പന്റെ എച്ചിൽ പട്ടി. കയ്യാങ്കളി വേണ്ട.
പൊയ്ക്കോളൂ. ഞാനിവിടെ കുറച്ചു നാൾ താമസിക്കാനാ തീരുമാനം. അത് മടുക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. പൊളിക്കാം, കത്തിക്കാം, ഞാൻ അറിയിക്കാം. ഇപ്പൊ പൊയ്ക്കോളൂ. ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തില് തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഈ മണ്ണിൽ കഴിയണമെങ്കിൽ അത് കൊളപ്പുള്ളി അപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ, ആർക്കായാലും. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തു എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. ആജ്ഞകളുടെ വാറോലകളുമായി ഇനി ആരും പുഴ കടന്ന് കണിമംഗലത്തേക്ക് വരണമെന്നില്ല. മനസ്സിലായെങ്കിൽ പോവാം. എന്താ ഇതെല്ലാരും വീഴ്ചയിക്കണേ? ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ വെറുതെ ഒന്ന് വരട്ടാൻ. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും 4 വാക്ക്, അല്ലേ ഗോവിന്ദൻകുട്ടി? ശംഭോ മഹാദേവ. പിള്ളേ ഒഴുക്കി പിള്ളേ. ഗോവർദ്ധന ഗിരീശം സ്മരാമി. ഗോവർദ്ധന ഗിരീശം സ്മരാമി. ആനിശം ഗോവർദ്ധന ഗിരീശം. ഗോവർദ്ധന ഗിരീശം സ്മരാമി. ആനിശം ഗോപികാരി മനോഹരം. Stop it! What is this? എന്താ ഇത്? മ്യൂസിക് പ്രാക്ടീസോ? ശരിയാവില്ല. ഇതൊന്നും ഇവിടെ ശരിയാവില്ല. രാവിലെ മനുഷ്യൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന സമയത്താ സാ പി സാഗ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്ന സാധനം അലർജിയാ. അതും പെൺകുട്ടികൾ ഇങ്ങനെ തൊണ്ട കീറുന്നതും സിന്ദാബാദ് വിളി പോലെ കുറെ കുട്ടികൾ ഇങ്ങനെ ഏറ്റുപാടുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. കുട്ടികളെ നിങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? വീട്ടിൽ നിന്ന് മ്യൂസിക് ട്യൂഷൻ അയക്കുന്നത്. ആ അത് ശരി. അപ്പൊ ട്യൂഷനാ? ഇയാളാവും ടീച്ചർ. ഫീസും വാങ്ങുന്നുണ്ടാവും അല്ലേ? പിന്നെ കാശ് മാത്രമല്ല, ഞങ്ങൾ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗുരുകുല സമ്പ്രദായ. അത് ശരി. അപ്പൊ ഇവിടെ ഇതൊരു സൈഡ് ബിസിനസ് ആണല്ലേ? അങ്ങനെയല്ല, ഈ കിട്ടണ ദക്ഷിണ കൊണ്ടാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു വിടണം. ആയിക്കോളൂ ആയിക്കോളൂ, വിരോധമില്ല. പക്ഷെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഈ ക്ലാസ് നടത്തുന്ന സ്ഥലത്തിന്റെ വാടക കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? എന്താ ടീച്ചറെ, അത് ന്യായമല്ലേ? നമുക്കിത് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യണ്ടേ? സംസാരിക്കാം. നിങ്ങൾ പൊക്കോളൂ. വേണ്ട, അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ. ഇപ്പൊ ഞാൻ പോവാം. ക്ലാസ് നടക്കട്ടെ. കുട്ടികളെ വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഫീസിന്റെ പുറമെ ചക്കയും മാങ്ങയൊക്കെ വാങ്ങി തട്ടുന്നല്ലേ? പഠിപ്പിക്കൂ, ശരിക്കും പഠിപ്പിക്കൂ. സാ പാ സാ സാ പാ സാ ആ പാ ധാ പീ സാ നീ പാ. ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും.